ഞാൻ മുമ്പ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വീട്ടമ്മ അവർ സ്ഥിരമായിട്ട് സഹസ്രനാമമൊക്കെ ജപിക്കുന്ന ആളാണ്. സഹസ്രനാമ ജപം എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ മറ്റുള്ള മന്ത്രസാധനങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതേ സമയത്ത് നോക്കിയാൽ ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സ്ത്രീ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചവരുടെ വീട്ടിലോട്ട് വരും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയിരുന്നാലും ഇതുപോലെ തന്നെ ഈ സഹസ്രനാമ ജപം നടത്തുന്ന ആളാട്ടോ. അപ്പോൾ ഇവർ തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ ഇത്രയും വൈകിയത്? ഇത് ചോദിച്ചപ്പോൾ ഇവർ മറുപടി ഒന്നും പറയാതെ വീടിനകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറിയിട്ട് ഭർത്താവ് പുറകെ വീണ്ടും ചോദിക്കാനായിട്ട് ചെല്ലുകയാണ്. പിന്നെ അവിടെ കേട്ട ബഹളം എനിക്കിവിടെ പറയാൻ പോലില്ല. അത്രയും മോശമായ വാക്കുകളാണ് ആ സ്ത്രീ ആ ഭർത്താവിനോട് പ്രയോഗിച്ചത്. വളരെ മോശമായ രീതിയിൽ, വളരെ മോശമായ വാക്കുകളും ഭയങ്കര ശബ്ദത്തിലും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും അപ്പോൾ ആ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം തല താഴ്ത്തി അവിടെ നിന്ന് പോകുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം ഒരു സഹസ്രനാമം ജപിക്കുന്ന, ദേവിയുടെ 1000 നാമങ്ങൾ ജപിക്കുന്ന നാക്കുകൊണ്ട് ഇതേപോലുള്ള മോശമായ വാക്കുകൾ എങ്ങനെ പറയാൻ സാധിക്കുന്നു? അപ്പോൾ അത്തരം വാക്കുകൾ ഇവർ പറയുകയാണെങ്കിൽ അപ്പോൾ ഇവർ ഈ ജപിക്കുന്നതിനുള്ള പ്രയോജനം എന്താണ്? ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഇതേപോലത്തെ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളല്ല കേട്ടോ, ഒരാളെ ഞാനിപ്പോൾ കണ്ടെന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ നിങ്ങൾ ആത്മീയതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ദേവിയുടെ നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ, ജപിക്കുന്നുണ്ടെങ്കിൽ ഒരാളോടും മോശമായ വാക്കുകൾ പറയാൻ പാടില്ല. ദേഷ്യവും പകയും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അധമമായ വികാരങ്ങൾ ഉള്ളിൽ നിന്ന് കളയണം. അത് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് തികച്ചും ദോഷകരമായിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമല്ല കിട്ടുക, ദോഷമാണ് കിട്ടുക. കാരണം ദേവിയുടെ നാമമല്ലേ നിങ്ങൾ ജപിക്കുന്നത്. ആ നാക്കുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള മ്ലേച്ഛമായ വാക്കുകൾ പറയാൻ പാടുണ്ടോ? അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് തിരുത്തുക.